everyone, hope all are doing great. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ബർത്ത്ഡേ ഷോപ്പിംഗ് വ്ളോഗാണ്. അങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ തന്നെ കുറച്ച് ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേ മന്തായിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. എനിക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. വിഷ്ണുവിനാണെങ്കിൽ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയത് ഫൗണ്ടേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഞാൻ ഫൗണ്ടേഷൻ്റെ വലിയൊരു ഫാനല്ല, പക്ഷെ ഞാൻ ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കാരണം ഫൗണ്ടേഷൻ ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു സിറം ബേസ്ഡ് ആൻഡ് ഒരു ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ആയിരുന്നു എനിക്ക് കാണിച്ചു തന്നത്. മാക്കിൻ്റെ ഈ ഫുൾ കവറേജ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് നല്ല കവറേജ് വരും. നല്ല മാർക്സ് ആക്നീസ് ഒക്കെ ഉണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഗോ ഫോർ എ ഫുൾ കവറേജ് ഫൗണ്ടേഷൻ. ആൻഡ് ഓൾസോ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ബിക്കോസ് ഇറ്റ്സ് വെരി ഹെവി, സ്കിന്നിന് ഭയങ്കര ഹെവിയാണ് ഈ ഫൗണ്ടേഷൻ. സോ ഞാൻ ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കാരണം എനിക്ക് ഡെയിലി ബേസിസിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യണം, മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഫുൾ കവറേജ് ഫൗണ്ടേഷൻ, ഹെവി ആയിട്ടുള്ള ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഞാനൊരു മീഡിയം കവറേജ് ഫൗണ്ടേഷനാണ് നോക്കുന്നത്. ഞാൻ ഡെയിലി ബേസിസിൽ അപ്പാർട്ട് ഫ്രം വർക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാത്തൊരു പേഴ്സണാണ്. എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് സ്കിന്ന് ബ്രീത്ത് ചെയ്യാത്ത പോലെയൊക്കെ തോന്നും ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിയുമ്പം. അപ്പം ഞാനിങ്ങനെ പുറത്തൊക്കെ നോർമൽ ആയിട്ട് പോകുമ്പം മോയ്സ്ചറൈസർ ഇടും, സിറം ഇടും, മോയ്സ്ചറൈസർ ഇടും, പിന്നെ സൺസ്ക്രീൻ എന്തായാലും ഇടും. അപ്പം ഇത്രയേ ചെയ്യാറുള്ളൂ, അല്ലാണ്ട് ഫൗണ്ടേഷൻസ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല പുറത്ത് പോകുന്ന സമയത്ത്. ഞാൻ ക്യാബിൻ ക്രൂ ആയിട്ട് ജോയിൻ ചെയ്ത ടൈമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഫൗണ്ടേഷൻസ് ഇടുക, പുറത്ത് പോവുക. പിന്നെ അതിന് ശേഷം ക്യാബിൻ ക്രൂ ആയതിന് ശേഷം ഡെയിലി ബേസിസിൽ ഇങ്ങനെ ഫൗണ്ടേഷൻ ഇട്ട് മേക്കപ്പ് ഇട്ട് വർക്കിന് പോയിക്കൊണ്ട് നിന്നിട്ട് ഇപ്പം എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഇല്ല ഫൗണ്ടേഷൻസ് ഇടാൻ വേണ്ടി. എനിക്ക് എൻ്റെ സ്കിന്ന് വൃത്തിക്ക് ബ്രീത്ത് ചെയ്യാത്ത പോലെ തോന്നും, അതേപോലെ തന്നെ സ്കിന്ന് ഡാമേജ് ആവുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. സോ ഞാൻ ബേസിക് സ്കിൻ കെയർ ചെയ്തിട്ടാണ് നോർമലി നമ്മൾ ഈ ഗ്രോസറി ഷോപ്പിംഗ് അല്ലെങ്കിൽ നോർമലി ഔട്ടിങ്ങിനൊക്കെ പോകുമ്പം പോകാറ്. എന്നാൽ മാത്രമേ എനിക്കും പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റാറുള്ളൂ. ഈവൻ ലിപ്സ്റ്റിക് തന്നെ യൂസ് ചെയ്യാറ് കുറവാണ്. ലിപ് ബാം യൂസ് ചെയ്യും, ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യും, പോകും, അത്രയേ ഉള്ളൂ. മാക്കിൻ്റെ ഈ ഒരു റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് അവർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് 2 months മുമ്പ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ എനിക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. 2 months മുമ്പ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ വിഷ്ണുവിന് ഇതിൻ്റെ ബേസ്ഡ് ഓൺ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു. അത് അബുദാബി വെച്ചിട്ടായിരുന്നു കണ്ടക്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് പോകാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇവൻറ്റിൽ എല്ലാം തീം ബേസ്ഡ് ആയിരുന്നു. പ്രൊഡക്റ്റ് എങ്ങനെയാണോ അതിൻ്റെ ബേസിസിലായിരുന്നു ഫുൾ അവർ സെറ്റ് ചെയ്തൊക്കെ. കാർപ്പറ്റ്സ് വെച്ചിട്ടാണ് ഇതൊക്കെ അവർ ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തത്. എനിവേയ്സ്, ബാക്ക് ടു ഷോപ്പിംഗ്. എന്നെക്കാളും കൂടുതൽ മേക്കപ്പിൻ്റെ പ്രോഡക്റ്റ് നോളജ് ഉള്ളത് വിഷ്ണുവിനാണ്. അതുകൊണ്ട് വിഷ്ണുവിനെ തന്നെ കൂട്ടിയിട്ട് ഇപ്രാവശ്യം ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. എനിക്ക് പക്ഷേ മാക്കൊന്നും ഇഷ്ടമായിട്ടില്ല. ഇഷ്ടമാവാത്തത് കാരണം ഞങ്ങൾ മാക്കിൽ നിന്ന് ഇറങ്ങി. അതിന് അടുത്ത് സെഫോറ ഉണ്ടായിരുന്നു. സെഫോറയിൽ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫൗണ്ടേഷൻ കിട്ടി. ഞാൻ ഫുൾ കവറേജ് അല്ല എടുത്തത്, മീഡിയം കവറേജ് ഫൗണ്ടേഷനാണ് എടുത്തത്. പിന്നെ അതിന് ശേഷം എനിക്കൊരു ടോണർ വാങ്ങണുണ്ടായിരുന്നു. ഈ ഓർഡിനറിൻ്റെ ഈ ഒരു ടോണർ യൂസ് ചെയ്യണമെന്ന് കുറേ ആയി വിചാരിക്കുന്നത്. ഞാൻ അപ്പോൾ ഇന്ത്യയിൽ പോയിട്ട് വാങ്ങാമെന്നാണ് ആക്ച്വലി പ്ലാൻ ചെയ്തത്. പക്ഷേ തന്നെ അവിടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ വാങ്ങാം. അപ്പോൾ എനിക്ക് സെഫോറയിൽ നിന്ന് കുറച്ച് പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി എനിക്കൊരു ഷൂ വാങ്ങാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. നോക്കി വിഷ്ണു എന്ത് ക്യൂട്ടായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് അനുക്ക് എന്ന് പറയുന്നത്. ഇനി എനിക്ക് ഷൂ അങ്ങനെയാണ് ഗൈസ്. ഇതാണ് അനുവിന്റെ ഫേവറേറ്റ് സ്ഥലം, മുമൂസോ. ഇനി ഓട്ടോമാറ്റിക് അങ്ങോട്ടേക്ക് ഒരു സൈഡ് വലിവ് ഉണ്ടാവും, എന്നിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കണം ഇങ്ങോട്ട്. ഇതടയുന്നു ഗൈസ്, അതും അടയുന്നു തന്നാല്. വിഷ്ണു നോക്കട്ടെ നിന്നെ. എപ്പം എല്ലാവരും പ്രത്യേകിച്ച് ഫുഡ് കഴിക്കാൻ ഏതെങ്കിലും സ്ഥലം ഉണ്ടായത് ഷോപ്പടി എല്ലാം അടിച്ചു പോയി. എന്നാ നോക്കുന്നേ? ചാർലോട്ടിൽ ക്ലോസ് ചെയ്തു.
എനക്ക് വാങ്ങാനാ ഇഷ്ടം. ശരി, നല്ല രസമുണ്ട്. പക്ഷെ അത് ഓഫ് വൈറ്റ് അല്ലേ? അതിന്റെ പിങ്ക് എന്താണ്? ആ അതും ഇതാ ഇത് പേർപ്പിൾ ആണല്ലേ? വൈറ്റ് എടുത്താലോ? അത് നല്ല രസമല്ലേ? ആ ട്രൈ ചെയ്തു നീ വേണമെങ്കിൽ. അത് രണ്ടും എടുക്കാം. എൻ്റെ ട്രൈ ചെയ്യും. അതെയോ? കിട്ടിയില്ലേ? നീയുടെ വട്ടം ചുറ്റി കളിക്കുന്നത്? ഞാനെന്താ നിന്റെ ബാലു? എല്ലാ ചങ്ങായിമാര് കുറേ ആളുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ എല്ലാവരും അടുത്ത് ട്രോളും. അങ്ങനെ കുഴപ്പമില്ല. അതെങ്ങനെ വ്ലോഗ് ചെയ്യുന്നവരെ സമ്മതിക്കണം. അത് ഭയങ്കര മൈൽഡാ. മീഡിയം എടുത്തിട്ട് പോകും. നമുക്ക് ട്രൈ ചെയ്യും. നമ്മൾ ഫസ്റ്റ് പോയ മോൾ ഓൾമോസ്റ്റ് ക്ലോസ് ആയി. അപ്പോൾ അടുത്ത് തന്നെ വേറൊരു മോൾ ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോയി. മീൻ വൈൽ വിഷ്ണുവിന് ഇന്ന് നൈറ്റ് വർക്കാണ്. അപ്പോൾ അവൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊന്ന് ഫ്രഷനപ്പ് ആവാൻ വേണ്ടിയിട്ട് പോയി. ഞാനപ്പോൾ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഇങ്ങനെ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ക്യൂട്ട് ബാഗ്സ് കണ്ടു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാഗ്സ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് ബർത്ത്ഡേക്ക് വൈറ്റ് ഡ്രസ്സ് വാങ്ങണം എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാനതാണ് വൈറ്റ് ഡ്രസ്സ് ഇങ്ങനെ സ്പെസിഫിക്കലി നോക്കി നടക്കുന്നത്. പിന്നെ ബർത്ത്ഡേ നാളെ സെലിബ്രേറ്റ് ചെയ്യണം. അപ്പം അധികം ടൈമില്ല. അതുകൊണ്ടാണ് ഷോപ്സ് എല്ലാം ക്ലോസ് ചെയ്തിട്ടും ഓപ്പൺ ആയ ഷോപ്സിൽ കയറിയിട്ട് നോക്കുന്നത്. കുറേ കൈൻഡ് ഓഫ് വൈറ്റ് ഡ്രസ്സസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിലത് ഭയങ്കര ലൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ല ലൂസാണ്. നമുക്കിനി ഇത് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ടൈമില്ല. കറക്റ്റായിട്ടുള്ള സൈസും കിട്ടണം, ടൈമും ഇല്ല. അപ്പം ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഇനിയിപ്പോൾ ഒരു ഡ്രസ്സ് ഏതെങ്കിലും എടുക്കാമെന്ന് വിചാരിക്കാം. പക്ഷേ എനിക്ക് നാളെ രാവിലെ പോയിട്ട് എൻ്റെ അടുത്ത് ഷോപ്സൊന്നുമില്ല ഞാൻ നിൽക്കുന്ന പ്ലേസിൽ ഒന്ന് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ. അപ്പം ഏറ്റവും നല്ലത് കറക്റ്റായിട്ട് സൈസായിട്ടുള്ള ഡ്രസ്സ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അങ്ങനെ കുറേ നോക്കിയിട്ടും ഡ്രസ്സുകളൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഐ റിയലി ലവ് ഷോപ്പിംഗ്. എനിക്ക് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണ്. എത്ര ടൈം വേണമെങ്കിലും എനിക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയിപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും എനിക്കിതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രസ്സുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. It's good. അറ്റ് ലാസ്റ്റ് നമുക്ക് നമ്മുടെ ബർത്ത്ഡേ ഡ്രസ്സ് കിട്ടി. സെയിം വിചാരിച്ച പോലെ തന്നെ വൈറ്റ് ഡ്രസ്സ് കിട്ടി. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പം കറക്റ്റായിരുന്നു. ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിഷ്ടമായി. അങ്ങനെ നമ്മൾ ഈ ഡ്രസ്സ് എടുത്തു. സോ യെസ്, അവിടെ നിന്ന് ആ ഒരു ഡ്രസ്സ് എടുത്തു. അതിന് വേറെ ഷോപ്പിൽ പോയപ്പം ഈ ഒരു ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഇതും എടുത്തു. അങ്ങനെ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് എനിക്ക് ഒരുപാട് ഡ്രസ്സസ് കിട്ടിയത് കാരണം ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു. കുഞ്ഞാകുമ്പോഴേ എനിക്ക് ഡ്രസ്സസിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ ഷോപ്പിംഗ് വൈൻഡപ്പ് ചെയ്തു. ഇനി നമ്മൾക്ക് ബർത്ത്ഡേ വ്ളോഗിലോട്ട് കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.